അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ആഫിയൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. 2025 ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. പേപ്പർ 2, പേപ്പർ 1ൻ്റെ ആൻസേഴ്സ് ഒക്കെ ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം ശരി ഉത്തരത്തിന്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. 1. 10 വയസ്സുള്ളപ്പോൾ ഇസ്ലാം സ്വീകരിച്ചു. ഓപ്ഷൻസ്: അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ശരി ഉത്തരം അലി റളിയല്ലാഹു അൻഹു. 2. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്. ഓപ്ഷൻസ്: ഫാത്തിമ, ഹന്തമ, റുഖയ്യ. ശരി ഉത്തരം ഹന്തമ. 3. വഫാത്താകുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ്. ഓപ്ഷൻസ്: 76, 63, 82. ശരി ഉത്തരം 82. 4. ഷഫീഉൻ എന്ന വാക്കിന്റെ അർത്ഥം. ഓപ്ഷൻസ്: നേതാവ്, ശുപാർശകൻ, രക്ഷിക്കുന്നവൻ. ശരി ഉത്തരം ശുപാർശകൻ. 5. അലി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ മറവ് ചെയ്ത സ്ഥലം. ഓപ്ഷൻസ്: കൂഫ, മദീന, മക്ക. ശരി ഉത്തരം കൂഫ. 6. തീനാളങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവർ. ഓപ്ഷൻസ്: മനുഷ്യർ, ജിന്നുകൾ, മലക്കുകൾ. ശരി ഉത്തരം ജിന്നുകൾ. അടുത്ത പ്രവർത്തനം ചേറും പഠിച്ചെടുക്കുക. 7. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ കലാപത്തിന്റെ സൂത്രധാരൻ. 8. മൂസ അലൈഹിസ്സലാമിന്റെ ഫത്ത, അതായത് യുവാവ്. 9. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകൻ. 10. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകൻ. 11. അലി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേര്. ഇപ്പുറത്ത് നോക്കുകയെ: അസദുല്ല, ബി ഇബ്നു സബ, സി അബു ലുഅ്ലുഅ, ഡി യൂഷഅ ബിൻ നൂൻ, ഇ അബ്ദുർ റഹ്മാൻ ബിൻ മുൽജിം. ഇനി നമുക്ക് ഓരോന്നും ചേർക്കാം. 7. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ കലാപത്തിന്റെ സൂത്രധാരൻ. ശരി ഉത്തരം ബി ഇബ്നു സബ. 8. മൂസ അലൈഹിസ്സലാമിന്റെ ഫത്ത. ശരി ഉത്തരം ഡി യൂഷഅ ബിൻ നൂൻ. 9. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകൻ. ശരി ഉത്തരം ഇ അബ്ദുർ റഹ്മാൻ ബിൻ മുൽജിം. 10. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകൻ. ശരി ഉത്തരം സി അബു ലുഅ്ലുഅ. 11. അലി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേര്. ശരി ഉത്തരം എ അസദുല്ല, ബി ഡി ഇ സി എ. അടുത്ത പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കുക. 12. ഇസ്ലാമിനെ കഠിനമായി എതിർത്തിരുന്ന ഡേഷന് ഖുർആൻ കേട്ട മാത്രയിൽ മാനസാന്തരമുണ്ടാക്കി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഉമർ റളിയല്ലാഹു അൻഹുവിന്. ഇസ്ലാമിനെ കഠിനമായി എതിർത്തിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന് ഖുർആൻ കേട്ട മാത്രയിൽ മാനസാന്തരമുണ്ടാക്കി. 13. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോൾ ഡാഷ് അദ്ദേഹത്തെ കെട്ടിയിട്ട് മർദ്ദിച്ചു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് പിതൃവ്യനായ ഹക്കം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോൾ പിതൃവ്യനായ ഹക്കം അദ്ദേഹത്തെ കെട്ടിയിട്ട് മർദ്ദിച്ചു. 14. മനുഷ്യരുടെ ഡാഷ് ആവശ്യമായ എല്ലാം ഖുർആനിലുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ജീവിത വിജയത്തിന്. മനുഷ്യരുടെ ജീവിത വിജയത്തിന് ആവശ്യമായ എല്ലാം ഖുർആനിലുണ്ട്. 15. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം ഡാഷ് വർഷവും 6 മാസവുമാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 10. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം 10 വർഷവും 6 മാസവുമാണ്. 16. ജിന്നുകളിലെ ഡാഷ് ആണ് ഷൈത്താൻമാർ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് കാഫിറുകൾ. ജിന്നുകളിലെ കാഫിറുകളാണ് ഷൈത്താൻമാർ. 17. ഇർതകബതു അലൽ ഖത ഡാഷ് വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഗൈറ ഹസറിൻ. ഇർതകബതു അലൽ ഖത ഗൈറ ഹസറിൻ വഅദദ്
ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18 അശ്ലീല ഗാനങ്ങൾ കേൾക്കുന്നതിന്റെ വിധി. ഉത്തരം ഹറാം. 19 മിൻ ഐന ഇൻ സല്ലൽ ഹൂത്ത്. ഉത്തരം ഇൻദ സഖ്റ. 20 എവിടെ വെച്ചാണ് ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ പാരായണം കേട്ടത്? ഉത്തരം നഖ്ലയിൽ വെച്ച്. 21 ആവശ്യം എന്നതിൻ്റെ അറബി പദം. ഉത്തരം ഹാജ. 22 എത്യോപ്യയിലേക്ക് ഹിജ്റ പോയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുണ്ടായിരുന്ന ഭാര്യ. ഉത്തരം റുഖയ്യ റളിയല്ലാഹു അൻഹ. 23 കപ്പലുകൾ നിർമ്മിച്ച് നാവിക സൈന്യം രൂപീകരിച്ച ഖലീഫ. ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24 ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പ്രവർത്തനങ്ങളിൽ 2 എഴുതുക. ഉത്തരം 1 മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും വിശാലമാക്കി. 2 ഹിജ്റ വർഷ കലണ്ടർ നടപ്പിലാക്കി. 25 കേൾവിയും കാഴ്ചയും വലിയ അനുഗ്രഹങ്ങളാണ്. അവയ്ക്ക് എങ്ങനെ നന്ദി ചെയ്യണം? ഉത്തരം ഈ 2 അനുഗ്രഹങ്ങളും നന്മയിൽ മാത്രം ഉപയോഗിച്ചും തിന്മയിൽ ഉപയോഗിക്കാതിരുന്നുമാണ് ഇവയ്ക്ക് ശുക്ർ ചെയ്യേണ്ടത്. 26 അൽ ജുലൂസു ഫി ഹിലഖി സിക്രി ഇബാദത്തുൻ അളീമ. സാരം എഴുതുക. ഉത്തരം സിക്റിന്റെ സദസ്സിൽ ഇരിക്കൽ മഹത്തായ ഇബാദത്താണ്. 27 ജുമുഅയ്ക്ക് ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഉത്തരം ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ ജുമുഅയ്ക്ക് ഒരു അസാൻ കൂടി ഏർപ്പെടുത്തി. 28 അലി റളിയല്ലാഹു അൻഹു ഏതെല്ലാം നിലകളിൽ പ്രശസ്തനായിരുന്നു? ഉത്തരം ധീര യോദ്ധാവ്, പ്രഗത്ഭ പ്രസംഗകൻ, ഉന്നത പണ്ഡിതൻ, സാഹിത്യകാരൻ എന്നീ നിലകളിൽ അലി റളിയല്ലാഹു അൻഹു പ്രശസ്തനായിരുന്നു. 29 ഖൈബർ യുദ്ധം നടന്നത് ആര് തമ്മിൽ? ഉത്തരം മുസ്ലിങ്ങളും യഹൂദികളും തമ്മിൽ. 30 ഉത്തരാഫ്രിക്കയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണം നടപ്പിലാക്കിയ സ്ഥലങ്ങൾ ഏതെല്ലാം? ഉത്തരം ഖുബ്രുസ് ദ്വീപ്, തൊറാബുൽസ് മുതൽ വരെയുള്ള പ്രദേശങ്ങൾ. 31 ഖിയാമത്ത് നാളിൽ എന്റെ ഭാരം നീ ചുമക്കുമോ? ആരോട് ചോദിച്ചു? ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഖാദിമായ അസ്ലമിനോട് ചോദിച്ചതാണിത്. അടുത്ത പ്രവർത്തനം 2 ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 32 ഇസ്ലാം സമാധാനത്തിന്റെ മതം, അതല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം. ഈ 2 വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയം എഴുതിയാൽ മതിയാകും. ഞാനിവിടെ ഈ 2 വിഷയത്തെക്കുറിച്ചും വിശദീകരിച്ച് പറയാം. ഇസ്ലാം സമാധാനത്തിന്റെ മതം. ഇസ്ലാം എന്ന പദവുമായി ബന്ധപ്പെട്ടതാണ് സലാം, ശാന്തി, സമാധാനം എന്നെല്ലാമാണ് അതിനർത്ഥം. സലാം അല്ലാഹു തആലയുടെ നാമങ്ങളിൽ ഒന്നാണ്. ലോകത്ത് ശാന്തിയും സമാധാനവും സ്ഥാപിക്കലാണ് ഇസ്ലാമിന്റെ ദൗത്യം. അക്രമം, അസ്വസ്ഥത, അരാജകത്വം തുടങ്ങിയവയിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തലാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം. അതുകൊണ്ട് എല്ലാ തിന്മകളെയും ഇസ്ലാം എതിർത്തു. അനുരഞ്ജനത്തിന്റെ എല്ലാ മാർഗങ്ങളും പ്രോത്സാഹിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ മക്കയിൽ നിന്ന് വിശുദ്ധ മദീനയിലെത്തിയപ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങളുമായി സമാധാന കരാറുണ്ടാക്കി. പരസ്പരം ആക്രമിക്കരുത്, നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹകരിക്കണം, തിന്മയിൽ സഹകരിക്കരുത്. പുറത്തുനിന്ന് അക്രമമുണ്ടായാൽ യോജിച്ച് പ്രതിരോധിക്കണം. പ്രശ്നങ്ങൾ ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നിവ കരാറുകളിൽ പ്രധാന വ്യവസ്ഥകളായിരുന്നു. ഇനി അടുത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം. ബനു അദി വംശത്തിൽ ഖത്താബിന്റെയും
ഹന്തമയുടെയും മകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെ 13-ാം വർഷം ഉമർ റളിയല്ലാഹു അൻഹു ഭൂജാതനായി. അബു ഹഫ്സ് എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടു. നുബുവത്തിന്റെ 6-ാം വർഷം ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പുറപ്പെട്ടതായിരുന്നു. വഴിയിൽ വെച്ച് സഹോദരിയുടെ വീട്ടിൽ കയറി. അവിടെ നിന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കാനിടയാക്കി. ഉമർ റളിയല്ലാഹു അൻഹുവിന് മാനസാന്തരമുണ്ടാക്കി. തിരുസവിധത്തിലെത്തി ഇസ്ലാം സ്വീകരിച്ചു. ഈ സംഭവം പരസ്യമായി പ്രബോധനം ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് ധൈര്യം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഫാറൂഖ് എന്ന് സ്നേഹപൂർവ്വം വിളിച്ചു. അൽ അശ്റത്തുൽ മുബശ്ശറയിൽ പെട്ടവരാണവർ. ഉമർ റളിയല്ലാഹു അൻഹു സൂക്ഷ്മതയോടെ ജീവിച്ചു. ലളിത ജീവിതം നയിച്ചു. കഷ്ണം വെച്ച വസ്ത്രങ്ങൾ ധരിച്ചു. എല്ലാവർക്കും നീതിയും സമാധാനവും ഉറപ്പുവരുത്തി. പ്രജാവത്സലനും നീതിമാനുമായിരുന്നു അദ്ദേഹം. അത് കാരണം രാജ്യത്ത് ശാന്തിയും സമൃദ്ധിയും കൈവന്നു. 33 ഇഅ്ജാസുൽ ഖുർആൻ, അതല്ലെങ്കിൽ ദിക്ർ ഹൽഖയുടെ മഹത്വം. ഇഅ്ജാസുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു തആലയുടെ കിതാബാണ് ഖുർആൻ. അതിൽ നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വൃത്താന്തങ്ങളുണ്ട്, നിങ്ങൾക്ക് ശേഷമുള്ളവരുടെ വാർത്തകളുണ്ട്, നിങ്ങൾക്ക് വേണ്ട വിധികളുമുണ്ട്. അത് സത്യവും അസത്യവും വേർതിരിക്കുന്നതാണ്. അതിൽ സത്യമല്ലാത്തതൊന്നും ഇല്ല. ധിക്കാരം മൂലം ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ അവനെ അല്ലാഹു തആല നശിപ്പിക്കും. അതല്ലാതെ സന്മാർഗം അന്വേഷിക്കുന്നവർ വഴിപിഴയ്ക്കും. അത് അല്ലാഹു തആലയുടെ ശക്തമായ പാശമാണ്. തത്വ സമ്പൂർണമായ സിക്റാണ്, നേർമാർഗമാണ്. ഇച്ഛാനുസരണം അതിനെ മാറ്റാൻ കഴിയില്ല. വിശ്വാസികളുടെ നാവുകൾക്ക് അത് പ്രയാസകരമാവുകയില്ല. പണ്ഡിതന്മാർക്ക് അത് പഠിച്ചു മതിവരില്ല. ആവർത്തനാധിക്യം കൊണ്ട് അതിൻ്റെ പുതുമ നശിക്കുകയില്ല. അതിലെ അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല. ഖുർആൻ അനുസരിച്ച് പറയുന്നവൻ സത്യസന്ധനാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. അതനുസരിച്ച് വിധിക്കുന്നവൻ നീതിമാനാണ്. അതിലെ ക്ഷണിക്കുന്നവൻ നേർമാർഗത്തിലേക്ക് നയിക്കപ്പെടും. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ടതും പാരായണം ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നതും പിഴവ് വരാത്ത വിധം നമ്മിലെത്തിയതും സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി സൂറത്തുൽ നാസ് കൊണ്ട് അവസാനിക്കുന്നതും അമാനുഷികവുമായ അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ് ഖുർആൻ. ദിക്ർ ഹൽഖയുടെ മഹത്വം. തീർച്ചയായും അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്. അവർ ദിക്ർ ചൊല്ലുന്ന ആളുകളെ അന്വേഷിച്ച് വഴികളിലൂടെ ചുറ്റി സഞ്ചരിക്കുന്നു. അങ്ങനെ പ്രതാപിയും മഹാനുമായ അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു വിഭാഗത്തെ അവർ കണ്ടാൽ അവർ പരസ്പരം വിളിച്ചു പറയും, നിങ്ങളുടെ ആവശ്യത്തിലേക്ക് വരൂ. അപ്പോൾ അവർ തങ്ങളുടെ ചിറകുകൾ കൊണ്ട് ഒന്നാം ആകാശത്തോളം അവരെ പൊതിഞ്ഞു നിൽക്കും. അവർക്ക് മലക്കുകൾ കാവലായി നിൽക്കും. ആ സദസ്സിലുള്ളവർക്ക് അള്ളാഹു സ്വർഗം നൽകുകയും അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുകയും ചെയ്യും. ഏറ്റവും ആശ്വാസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലാതെ മറ്റ് ആവശ്യത്തിനായി അവിടെ കൂടിയ ഒരാൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവനും അല്ലാഹു തആല പുറത്തു കൊടുക്കും. കാരണം അവൻ ആ സദസ്സിൽ അവരോടൊപ്പം ഇരുന്നവനാണ്. അത്രയും മഹത്വമാണ് ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് അല്ലാഹു തആല നൽകുന്നത്. ആ നല്ല സദസ്സിൽ വെറുതെ വന്നിരുന്നാൽ പോലും നല്ലവരോടൊപ്പം ഇരുന്നതിൻ്റെ പേരിൽ അവർക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അല്ലാഹുവിനെ ഓർക്കുകയും നല്ല ആളുകളോടൊപ്പം ഇരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.